ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വിസ്മയകരമായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നും ഇൻ്റർനെറ്റ് ഉൾപ്പെടെയുള്ള കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിച്ചതായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നുമാണ് റേഡിയോയുടെ കണ്ടുപിടുത്തം. 1893 നിക്കോള ടെസ്ല എന്ന ഓസ്ട്രിയൻ ശാസ്ത്രജ്ഞൻ റേഡിയോ പരീക്ഷണത്തിൻ്റെ ആദ്യ പ്രദർശനം നടത്തിയെങ്കിലും വയർലെസ് ടെലഗ്രാഫ് കമ്പനി സ്ഥാപിച്ച് വ്യാവസായികമായി റേഡിയോ ഉപയോഗിച്ച് 1896 ബ്രിട്ടീഷ് പേറ്റന്റ് നേടിയ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ഗുഗ്ലിയെൽമോ മാർക്കോണി ആണ് റേഡിയോയുടെ ഉപജ്ഞാതാവായും പിതാവായും അറിയപ്പെടുന്നത്. 1946 ഫെബ്രുവരി 13 ഐക്യരാഷ്ട്രസഭയുടെ UN റേഡിയോ പ്രവർത്തനമാരംഭിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായി ആചരിക്കുവാൻ 2011 യുനെസ്കോ തീരുമാനമെടുത്തു. വാർത്താവിനിമയ രംഗത്ത് റേഡിയോ നൽകിയ അതുല്യ സംഭാവനകളെ സ്മരിക്കുന്നതിനും അതിൻ്റെ പ്രസക്തി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. 1927 ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുന്നത്. 1930 അത് ദേശസാൽക്കരിക്കപ്പെടുകയും 1936 ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പേര് സ്വീകരിക്കുകയും ചെയ്തു. 1957 അത് ആകാശവാണിയായി മാറി. ഇന്ത്യയുടെ ഔദ്യോഗിക റേഡിയോ ആയ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നൽകിയത് മഹാകവി രവീന്ദ്രനാഥ ടാഗോറാണ്. സരോജിനി നായിഡു ജന്മദിനവും ദേശീയ വനിതാ ദിനവും. ഭാരതത്തിൻ്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന കവിയും സ്വാതന്ത്ര്യ സമര സേനാനിയും രാഷ്ട്രീയ നേതാവും രാഷ്ട്രതന്ത്രജ്ഞയുമായ സരോജിനി നായിഡു 1879 ഫെബ്രുവരി 13 ഹൈദരാബാദിൽ ജനിച്ചു. ലണ്ടനിൽ ഉന്നത വിദ്യാഭ്യാസം നേടി തിരിച്ചെത്തിയ ശേഷം ഗോപാലകൃഷ്ണ ഗോഖലെ, ഗാന്ധിജി, രവീന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരുമായുള്ള ബന്ധം നായിഡുവിനെ രാഷ്ട്രീയത്തിലേക്കും സ്വാതന്ത്ര്യ സമരത്തിലേക്കും നയിച്ചു. 1905 ബംഗാൾ വിഭജനത്തിനെതിരായ പ്രക്ഷോഭത്തിലൂടെ രാഷ്ട്രീയത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും സജീവമായി. 1925 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. ഗാന്ധിജിയുടെ അനുയായിയായി മാറിയ അവർ ഉപ്പു സത്യാഗ്രഹത്തിലും ക്വിറ്റ് ഇന്ത്യ സമരത്തിലും സജീവമായി പങ്കെടുത്തു. സ്വാതന്ത്ര്യാനന്തരം 1947 ഉത്തർപ്രദേശ് ഗവർണറായി നിയമിക്കപ്പെട്ടു. ഒരു സംസ്ഥാന ഗവർണറാകുന്ന ആദ്യ വനിതയാണ് സരോജിനി നായിഡു. 1949 മാർച്ച് 2 ലക്നൌവിലെ ഓഫീസിൽ വെച്ച് അന്തരിച്ചു. ഇംഗ്ലീഷിൽ മനോഹരമായ കവിതകൾ രചിച്ച സരോജിനി നായിഡുവിന് ഭാരതത്തിൻ്റെ വാനമ്പാടി, ഭാരത കോകിലം എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ ലഭിച്ചു. ദ ഗോൾഡൻ ത്രഷോൾഡ്, ദ ബേർഡ് ഓഫ് ടൈം, ദ ബ്രോക്കൺ വിങ് തുടങ്ങിയവ അവരുടെ പ്രധാന കൃതികളാണ്. സ്ത്രീ ശാക്തീകരണത്തിന് എന്നും മുൻഗണന നൽകിയ സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 13 ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നു. ONV കുറുപ്പ് ചരമദിനം. കവി, ഗാനരചയിതാവ്, പ്രഭാഷകൻ, അധ്യാപകൻ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ മലയാളികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ മഹാപ്രതിഭയായ ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്ന ONV കുറുപ്പ് 2016
ഫെബ്രുവരി 13 അന്തരിച്ചു. 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ ചവറയിൽ ഒറ്റപ്ലാക്കൽ കുടുംബത്തിൽ ജനിച്ചു. വിവിധ കോളേജുകളിൽ മലയാളം പ്രൊഫസറായി ഔദ്യോഗിക ജീവിതം നയിച്ചു. 15-ാം വയസ്സിൽ മുന്നേറ്റം എന്ന ആദ്യ കവിതയും 18-ാം വയസ്സിൽ പൊരുതുന്ന സൗന്ദര്യം എന്ന ആദ്യ സമാഹാരവും പ്രസിദ്ധീകരിച്ച ONV ഭൂമിക്കൊരു ചരമഗീതം, ഉപ്പ്, അക്ഷരം തുടങ്ങി 50ഓളം കവിതാ സമാഹാരങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചു. 250-ലധികം സിനിമകളിലായി 1000-ലധികം സിനിമാ ഗാനങ്ങളും അനവധി നാടക ഗാനങ്ങളും എഴുതി. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ അവാർഡ്, വയലാർ അവാർഡ് തുടങ്ങി കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാവിധ സാഹിത്യ പുരസ്കാരങ്ങളും നേടിയ ONVക്ക് 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. 12 തവണ മികച്ച നാടക ഗാന രചയിതാവിനും 13 തവണ മികച്ച ചലച്ചിത്ര ഗാനരചയിതാവിനുമുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ അദ്ദേഹത്തിന് 1989 മികച്ച ചലച്ചിത്ര ഗാന രചയിതാവിനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. 1998 പത്മശ്രീ ബഹുമതിയും 2011 പത്മഭൂഷൺ ബഹുമതിയും നൽകി രാജ്യം ആദരിച്ചു. ജ്ഞാനപീഠ പുരസ്കാരവും പത്മഭൂഷൺ ബഹുമതിയും നേടിയ ഏക മലയാളിയാണ് ONV കുറുപ്പ്.